4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 3 മണിക്ക് നടക്കും. ഹരിയാന, ജമ്മുകശ്മീർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുക. കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഈ രണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളുടെ നടപടികളുടെ കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണ്, ജാർഖണ്ഡിന്റെയും മഹാരാഷ്ട്രയുടെയും കാര്യത്തിൽ. അതുകൊണ്ട് ഇന്ന് ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും ഏതായാലും പ്രഖ്യാപനം ഉണ്ടാകും. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗത്തിന് ശേഷം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മഹാരാഷ്ട്രയുടെയും ജാർഖണ്ഡിന്റെയും കൂടി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് വിളിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് ഈ വാർത്താ സമ്മേളനം ഉള്ളത്. കേരളത്തിൽ ചില വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചില നിയമസഭാ മണ്ഡലങ്ങളിൽ, പാലക്കാട് ഒപ്പം ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കാനായിട്ടുണ്ട്. ആ പ്രഖ്യാപനവും ഇന്നുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ നടക്കും. അതിനുശേഷം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അനുകൂലമാണെങ്കിലായിരിക്കും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഈ തവണ പ്രഖ്യാപിക്കുന്നില്ല അഥവാ എങ്കിൽ ഈ പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും വൈകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഏതായാലും കേരളത്തിൽ ഈ ലോക്സഭാ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനാണ് സാധ്യതയുള്ളത്. അവസാന വിലയിരുത്തലിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. വേണം. ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 3 മണിക്ക്. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.